മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കണം. ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിന്മേലാണ് വിചാരണ കോടതിയുടെ നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, വെള്ളിയാഴ്ച അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കണം. ഈ കുറ്റപത്രത്തിന്മേൽ എന്തൊക്കെ നടപടികളാണ് വിചാരണ കോടതി എടുത്തിട്ടുള്ളത്? കൃഷ്ണ, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെതിരെ വിചാരണ കോടതിയുടെ നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. ഇതിന് കാരണമായത് ഈ കഴിഞ്ഞ മെയ് 17-ന് ഇ.ഡി. ഒരു കുറ്റപത്രം, 8ാമത്തെ അനുബന്ധ കുറ്റപത്രം വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിലാണ് ആദ്യമായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർക്കുന്നത്. അതിനുശേഷം ആ കുറ്റപത്രം ഇന്ന് പരിഗണിച്ച ശേഷമാണ് വിചാരണ കോടതി ആ കുറ്റപത്രത്തിന്മേൽ അരവിന്ദ് കെജ്രിവാളിനെ ജൂലൈ 12-ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള വാറന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഇ.ഡി. കേസിൽ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് കെജ്രിവാളിന് എതിരായ ഒരു ഇടപെടൽ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് CBI ഈ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും നിലവിലിപ്പോൾ ഇ.ഡി. CBI കേസുകളിൽ അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് വിചാരണ കോടതിയുടെ ഇടപെടൽ. അത് ഇ.ഡിയുടെ 8ാമത്തെ അനുബന്ധ കുറ്റപത്രത്തിന്മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണ, ശരി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്.